നമസ്കാരം. ബംഗ്ലാദേശിൽ ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 2 ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അക്രമികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹിന്ദുമത വിശ്വാസികൾ മാത്രമല്ല, ബുദ്ധമത വിശ്വാസികളും ക്രൈസ്തവരുമൊക്കെ തന്നെ ബംഗ്ലാദേശിലെ ഈ അക്രമികളുടെ ക്രൂരമായ വേട്ടയാടലിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിലാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കൂടുതൽ അതിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരത് മണി ചക്രവർത്തി എന്ന ഒരു കട ഉടമസ്ഥനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വെട്ടിക്കൊല്ലുകയായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു. ദീർഘകാലമായി ഇവിടെ താമസിച്ച് കച്ചവടം നടത്തുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇതിനും മണിക്കൂറുകൾക്ക് മുമ്പാണ് മറ്റൊരു ഹിന്ദു യുവാവ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. റാണ പ്രതാപ് എന്ന 45-കാരനാണ് മരിച്ചത്. ഇയാളൊരു വ്യവസായിയാണ്, അതേസമയം ഒരു പത്രത്തിൻ്റെ എഡിറ്റർ കൂടിയാണ് ഇദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. റാണ പ്രതാപിനെ ഒരു വലിയ സംഘം ആളുകൾ എത്തി ആക്രമിച്ചതിന് ശേഷം അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. നിരവധി വെടിയുണ്ടകളേറ്റ ഇയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. അവിടെ ഒരു ഐസ് ഫാക്ടറി നടത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇയാളുടെ പിതാവും അവിടെ ഒരു അധ്യാപകനായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ ആക്രമിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. അതേസമയം ബംഗ്ലാദേശ് അധികൃതർ പറയുന്നത് ഇയാളുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ അക്രമികളെ രക്ഷിക്കാനുള്ള ശ്രമമായിരിക്കാം ഇതിൻ്റെ പിന്നിലെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കഴിഞ്ഞ ഡിസംബർ 18-ന് അമൃത് മോണ്ടൽ എന്ന 30-കാരനായ ഹിന്ദുവിനെ ജനക്കൂട്ടം മതം ആരോപിച്ച് കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇയാളുടെ മൃതദേഹത്തിന് തീ കൊളുത്തിയിരുന്നു. പിന്നീട് ബ്രജേന്ദ്ര ബിശ്വാസ് എന്നയാളും രേഖാകോൺ ചന്ദ്രദാസ് എന്ന വ്യാപാരിയും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിരന്തരമായി ബംഗ്ലാദേശിൽ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് നേരെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ നന്നായിട്ടറിയാം. അവിടെ ആഭ്യന്തര കലാപങ്ങളൊക്കെ തന്നെ അതിരൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അവിടുത്തെ താൽക്കാലിക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതെങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഫലമായിട്ടാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ മതശക്തികളൊക്കെ തന്നെ അഴിഞ്ഞാടുന്നത്. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെ ആയിരുന്ന ബീഗം ഖാലിദ സിയ ഈയിടെയാണ് അന്തരിച്ചത്. തുടർന്ന് അവരുടെ മകൻ രാജ്യത്തെത്തി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പോകുന്നതിനൊക്കെ തന്നെ ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള വ്യാപകമായ തോതിലുള്ള അക്രമം നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യ അവർക്ക് അഭയം നൽകി എന്നുള്ളതിൻ്റെ പേരിൽ ഇന്ത്യക്കാരോട് വല്ലാത്ത പകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ വെച്ച് പുലർത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ ആക്രമിക്കുമെന്നും വെട്ടിമുറിക്കുമെന്നൊക്കെ തന്നെ അവിടുത്തെ പല സൈനിക മേധാവികളും പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ നടക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇന്ത്യയിലെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിൻ്റെ പോലും വലിപ്പമില്ലാത്ത ഈ ഒരു രാജ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. മാത്രമല്ല, ബംഗ്ലാദേശ് എന്ന രാജ്യം സൃഷ്ടിച്ചു കൊടുത്തത് തന്നെ ഇന്ത്യയാണെന്നുള്ള കാര്യം പലപ്പോഴും ബംഗ്ലാദേശിലെ ഭരണാധികാരികൾ മറക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കിഴക്കൻ ബംഗാൾ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശായ ഈ ഒരു വലിയ ഭൂവിഭാഗത്തിന് നേരെ പാകിസ്ഥാനിലെ സൈനിക മേധാവികൾ പട്ടാളത്തെ വിട്ട് അതിക്രൂരമായ രീതിയിൽ കൂട്ടക്കൊലകളും മറ്റും നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യ അവിടെ ശക്തമായി ഇടപെടുകയും ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഒടുവിൽ പാകിസ്ഥാനുമായൊരു യുദ്ധം തന്നെ നടത്തിക്കൊണ്ട് ബംഗ്ലാദേശ് എന്ന രാജ്യം സൃഷ്ടിച്ചു കൊടുത്തത് ഇന്ത്യയാണ്. പക്ഷേ അവിടെ ഇപ്പോഴും ഭരിക്കുന്ന പലരും അക്കാര്യം ഓർക്കാതെ ഇന്ത്യയെ നിരന്തരം വെല്ലുവിളിക്കുകയും ഇന്ത്യയാണ് ഇവിടെ നടക്കുന്ന കുഴപ്പങ്ങൾക്ക് പിന്നിൽ എന്നൊക്കെ തന്നെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നതും പതിവാണ്. മാത്രമല്ല, ഇപ്പോൾ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന കൊലപാതകങ്ങൾ മാത്രമല്ല, സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നതും ഇവിടെ ഒരു സ്ഥിരം പതിവായി മാറിയിരിക്കും. ഈയിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ ഒരു വലിയ സംഘം ആളുകൾ ചേർന്ന് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പിന്നീട് അവളുടെ മുടി മുറിച്ച് കളയുകയും ഈ സ്ത്രീയെ ഒരു മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്ത സംഭവം വലിയ തോതിലുള്ള പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായ തോതിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും ഇക്കാര്യത്തിൽ ബംഗ്ലാദേശ് സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നൊക്കെ തന്നെ ഇന്ത്യ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒരുപക്ഷെ അതിനൊന്നും അവർ തയ്യാറായില്ല എങ്കിൽ ഇന്ത്യ ഒരുപക്ഷെ നാളെ കർശനമായൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അസ്ഥിരമായൊരു സർക്കാരുള്ള ഒരു തരത്തിലുമുള്ള സൈനിക ബലമോ ഒന്നുമില്ലാത്ത സാമ്പത്തികമായി നട്ടം തിരിയുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടുത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനുസ് ആകട്ടെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വാങ്ങിച്ചാലാണ്. ഇതേ വ്യക്തി ഭരിക്കുന്ന ഇതേ രാജ്യമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതും അവരെ വധശിക്ഷ നടപ്പിലാക്കാനായി വിട്ടുകൊടുക്കണമെന്ന് നിരന്തരമായി ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു അയൽ രാജ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ ഇത്രയും നാൾ ഇവിടെ നടക്കുന്ന വൃത്തികേടുകളൊക്കെ തന്നെ ഒരു പരിധിവരെ ക്ഷമിക്കേണ്ട അവസ്ഥയിൽ എത്തിയിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യ നിലപാട് കൂടുതൽ കർശനമാക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ കൊലപാതകങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരെ നിരന്തരമായി അതിക്രൂരമായ രീതിയിലാണ് ഇവരെയൊക്കെ കൊല്ലുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആളുകളെ തലവെട്ടിയും അതിൽ ജീവനോടെ തീ കൊളുത്തിയുമൊക്കെയാണ് അവിടെ കൊല്ലുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 2 സംഭവങ്ങളിൽ വെടിവെച്ചാണ് ഇരകളെ ഇവർ ബാധിച്ചത്. ഏതായാലും ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു രാജ്യമാണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്.
അവിടെ ഒരുപാട് ഇന്ത്യക്കാർ പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. പ്രധാനമായും ഗാർമെൻറ്റ് മേഖലയിൽ ഒരുപാട് ഇന്ത്യക്കാർ അവിടെ ബിസിനസ് പലതും നടത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ ആകെ ഭീതിയിലാണ്. കാരണം ഏത് നിമിഷമാണ് ഈ അക്രമി സംഘങ്ങൾ ആൾക്കൂട്ടം എത്തി തങ്ങളെ ആക്രമിച്ച് വധിക്കുക എന്നുള്ള ഭയത്തിലാണവർ. കൂടാതെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൊല്ലപ്പെട്ട ഇവരൊക്കെ തന്നെ സാധാരണക്കാരല്ല, അവർ പലരും പ്രമുഖരായ വ്യക്തികളായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് ലക്ഷ്യമിട്ട് അവരെ വധിക്കുന്നതിലൂടെ അവിടെയുള്ള മറ്റു ജനങ്ങളെയൊക്കെ തന്നെ ഭയപ്പെടുത്താം എന്നാണ് ഇപ്പോൾ ഈ അക്രമി സംഘം കരുതുന്നത്. ഇവർക്ക് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ ക്രൂരമായി കൊലപാതകം നടത്തുന്ന വ്യക്തികൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ബലവും.